ഫിലോസഫി, സൈക്കോളജി, ഈ സയൻസ് സബ്ജക്റ്റ് പഠിച്ചു വന്നിട്ട് നമുക്ക് ഈ ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ അന്യഗ്രഹത്തിൽ ചെന്ന പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തോടെ BEd അവസാനിച്ചിരിക്കുകയാണ്. BEd കോഴ്സ്. അപ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. വിഷമമുള്ള മെമ്മറീസും ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഫോർത്ത് സെമ്മേ അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. BEdനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞങ്ങളുടെ ജേണിയെ പറ്റി പറയുവാണെങ്കിൽ, ആദ്യം കോളേജിൽ വന്നപ്പോൾ ഞാൻ ശോഭ കോളേജിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ ആദ്യം കോളേജിൽ വന്നപ്പോൾ നമുക്ക് നല്ലൊരു വെൽക്കം തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അന്ന് ഷീലാറാണി മാം ആയിരുന്നു. അപ്പോൾ സീനിയേഴ്സ് എല്ലാവരും കൂടി നല്ലൊരു വെൽക്കം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നാൾ ഈ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, സൂപ്പർ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോളേജിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ളൊരു, അതായത് ഒരു ബാച്ച് തന്നെ 55 പിള്ളേരെ കാണും, പ്ലസ് ഈ സൂപ്പർ സീനിയേഴ്സും കൂടെ കാണുമ്പോൾ 110 പേര് കാണുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 55 പേരുണ്ടായിരുന്നു. ഞങ്ങളും കൂടെ വരുമ്പോൾ അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊന്നും അവിടെ ആയിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, ഒരുപാട് നല്ല ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓർമ്മയായിരുന്നു. വെൽക്കം, സ്വാഗതം ചെയ്തതൊക്കെ വളരെ നല്ല ഓർമ്മയായിരുന്നു. അപ്പോൾ നാച്ചുറൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കിങ്ങനെ ലോട്ടിട്ടെടുക്കും ഈ തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പേരാണ് വീണത്. അപ്പം ഞാൻ ചെന്ന് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഒത്തിരി നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഓണം അടുപ്പിച്ചായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നല്ല പ്രോഗ്രാംസൊക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസേര കളി ഉണ്ടായിരുന്നു. സൂപ്പർ സീനിയേഴ്സിന് ഒത്തിരി പേരോട് മത്സരിച്ച് അവസാനം ഞാനും ഒരു പയ്യനുമായിരുന്നു. അവർ കസേര കളിയിൽ പക്ഷെ സൂപ്പർ സീനിയറാണ് ജയിച്ചത്. അപ്പോൾ അതൊക്കെ നല്ല ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ലോ ആയിരുന്നു. ഒത്തിരി കോൺഫിഡൻസ് ലെവൽ ലോ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മളൊരു 2 months കഴിഞ്ഞപ്പോൾ നമ്മൾ 2 months അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻഡക്ഷന് വിട്ടു. അപ്പോൾ 5 days പ്രോഗ്രാമാണ്. അതായത് സ്കൂളിലെ ഫങ്ഷൻസുമായിട്ടൊന്ന് പരിചയപ്പെടാനുള്ള, സ്കൂളിലെ രീതികളുമായിട്ടൊക്കെ ഒന്ന്, പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാനുള്ള അവസരമായിരുന്നു. അപ്പോൾ 10 years കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്കറിയില്ല എങ്ങനെ ഒരാളെ ഫേസ് ചെയ്യണമെന്ന് പോലും. വീട്ടിനുള്ളിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഫ്രീ ആയതുപോലെ ആയിരുന്നു. അപ്പോൾ അധികം ആരുമായിട്ടും എനിക്ക് സംസാരിക്കാനുള്ളൊരു, എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മൈൻഡില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 5 days നമ്മൾ ഇൻഡക്ഷനിൽ പോയി. കഞ്ഞിക്കുഴി സ്കൂളായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് എനിക്ക്
3 ദിവസം 2 ദിവസം കണ്ടോ പോകാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഷീലാറാണി മാം പോയി, പ്രിൻസിപ്പളായിരുന്നു. പിന്നെ എപ്പോഴും പ്രോഗ്രാംസ് ആയിരിക്കും അവിടെ. എപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച തോറും നമുക്ക് പ്രോഗ്രാംസ് അവതരിപ്പിക്കാനുള്ള, അതായത് സ്റ്റേജ് ഫിയർ മാറുക, കോൺഫിഡൻസ് കൂട്ടുക. നമുക്ക് എന്ത് പ്രോഗ്രാമും ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണമല്ലോ. ക്ലാസ് മാനേജ് ചെയ്യാൻ, ഒരു പിള്ളേരെ നമുക്ക് സെൻറ്ററായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, കുറേ പിള്ളേരുടെ ഇടയിൽ നമ്മൾ സെൻറ്ററായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ ഒത്തിരി പ്രോഗ്രാംസ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് ലെവൽ കിട്ടും. പിന്നെന്താ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് ഒരു കുറേ കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫിലോസഫി, സൈക്കോളജി, ഈ സയൻസ് സബ്ജക്റ്റ് പഠിച്ച ഫീലിംഗ് ആണ്. ഒട്ടും നമുക്ക് അങ്ങോട്ട് ഫിലോസഫിയാണ് എനിക്ക് ഒട്ടും എനിക്ക് ആലോചിക്കുമ്പോഴേ തല കറങ്ങുന്നു. അത്രയും ഫിലോസഫി അത്രയും പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ ഐഡിയലിസം, നാച്ചുറലിസം, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ. പിന്നെന്തായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫീൽഡ് വിസിറ്റ് ഞാനങ്ങനെ ഡാൻസ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ചെയ്യും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അതങ്ങോട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രകടിപ്പിക്കാനൊക്കെ ഉള്ളൊരു വിഷമം, അതാണ്. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് എൻ്റെ ആ കഴിവുകളൊക്കെ ഞാനിങ്ങനെ പുറത്തെടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ പൂജ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ബസ്സിൽ കയറി ഉടനെ അവൾ ഡാൻസ് ചെയ്യും. സ്റ്റേജിലൊന്നും അങ്ങനെ ഡാൻസ് ചെയ്യാറില്ല. പിന്നെ അങ്ങനെ കുറേ പേര് നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഫീൽഡ് വിസിറ്റിന് എല്ലാവരുമായിട്ട് ഡാൻസ് ചെയ്തു. പിന്നെ മട്ടാഞ്ചേരി ജൂതത്തെരുവൊക്കെ ആയിരുന്നു. മട്ടാഞ്ചേരി ജൂതന്മാരുടെ മറ്റേ സിനഗോഗ് പള്ളിയൊക്കെ ആയിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു യാത്രയായിരുന്നു. ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ചുള്ളൊരു യാത്രയായിരുന്നു അത്. 1 ഡേ ട്രിപ്പായിരുന്നു. നല്ല ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഓർത്തെടുക്കാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ പോയി, കാരണം കുറേ വർക്കുണ്ട് അതിൻ്റെ ഇടയിൽ. അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിരുന്നു മോഡൽ എക്സാം ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ടെൻഷനായിരുന്നു. അതിൻ്റെ തലേന്ന് നമുക്കൊരു എക്സാം നടന്നു. അപ്പോൾ എത്ര കിട്ടും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതൊന്നും പഠിച്ചിട്ട് ഭയങ്കര പാട്, എനിക്കൊന്നും മനസ്സിലാവുന്നു. എല്ലാവരും അത് തന്നെ പറയുന്നത്, സൈക്കോളജി ഫിലോസഫി ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും. പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, പഠിപ്പിക്കാത്തതൊന്നുമല്ല, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ സയൻസ് സബ്ജക്റ്റ് പഠിച്ചു വന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി എഴുതാനുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെന്തോ സ്ട്രക്ചറൊക്കെ പഠിച്ച് അങ്ങനെയല്ല വന്നേക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെയോ ഐഡിയാസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് സെം എങ്ങനെയെങ്കിലും പോയി ഫസ്റ്റ് സെം പാസ് ഔട്ടായി. പിന്നെ ഫസ്റ്റ് സെമ്മിൽ തന്നെ നന്നായിട്ട് അത് അമ്മയുടെ കല്യാണത്തിന് വെച്ചത്. അപ്പോൾ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ചിത്ര എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. ചിത്ര എൻ്റെ അനിയത്തിയെപ്പോലെ തന്നെയാണ്. പുള്ളിക്കാരി ഭയങ്കര കർക്കശക്കാരിയാണ്. എന്തും വെട്ടി തുറന്ന് പറയും, എല്ലാം വെട്ടി തുറന്ന് പറയും. പിന്നെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും അതൊന്നും പുള്ളിക്കാരിക്കില്ല. സത്യസന്ധമായിട്ട് എന്താണോ പുള്ളിക്കാരിക്ക് തോന്നുന്നത് അത് അവൾ പറഞ്ഞിരിക്കും. നമ്മൾ ചോദിച്ചാൽ അത് പറഞ്ഞിരിക്കും. പിന്നെ എനിക്കവിടെ പൂജ, വീണ, പിന്നെ ആദ്യം കിട്ടിയ ഫ്രണ്ട്സ് കെൻസി, ഹരിത,
പിന്നെ വിശ്വലക്ഷ്മി ആയിരുന്നു. പിന്നെ നാച്ചുറൽ സയൻസ് അല്ലേ, നാച്ചുറൽ സയൻസുകാരോട് കൂടി അങ്ങനെ അവിടെ ഫസ്റ്റ് സെമ്മൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് സെം എനിക്ക് ഇത്തിരി സ്ട്രഗ്ലിങ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 2 months പ്രഗ്നൻസി ഒക്കെ വന്നു. അത് പക്ഷേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിവേ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എന്തായിരുന്നു, പിന്നെ നമ്മൾ സെക്കൻഡ് സെമ്മിലോട്ട് പോയി. സെക്കൻഡ് സെമ്മിലാണ് നമുക്ക് ഒരുപാട് വർക്കുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഇഷ്ടം പോലെ വർക്കുണ്ടായിരുന്നു. ഫസ്റ്റ് സെമ്മിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് പുതിയ ഞങ്ങളുടെ ആശ ടീച്ചർ വരുന്നത്. ആശ ടീച്ചർ വന്നപ്പോൾ നമ്മൾ കുറേ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി അതെല്ലാം കേട്ടു. ഒരു കൂളറൊക്കെ വെച്ച് തന്നു, ഒരു വാട്ടർ പ്യൂരിഫയറൊക്കെ വെച്ച് തന്നു, വെള്ളം കുടിക്കാൻ നമുക്കതിൽ നിന്ന്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്തു. പിന്നെ ഒരുപാട്, പക്ഷേ ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ ഒത്തിരി മാറ്റം ആ കോളേജിൽ വരാൻ പോവാണ്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ നമ്മളെ ചേർത്ത് പിടിക്കും. അങ്ങനെ തന്നെയാണ് ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായത് അവിടെ നമ്മളെങ്ങനെ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അവിടെ നിന്ന്. കാരണം അവരങ്ങനെയാണ്, നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണല്ലോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഓരോ ടീച്ചേഴ്സിനെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ ടീച്ചർ എന്ന് പറയുന്നത് സവിത ടീച്ചറായിരുന്നു. വൈസ് പ്രിൻസിപ്പളാണ്. അപ്പോൾ ടീച്ചർ വളരെ സ്നേഹമുള്ളൊരു ടീച്ചറാണ്, ഭയങ്കര കാര്യമാണ്. വന്നപ്പോഴേ പിള്ളേർ പറഞ്ഞത് ടീച്ചറിനെ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണെന്നാണ്. പക്ഷേ ടീച്ചർ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് ടഫ് ടൈമിലൊക്കെ ഒരുപാട് കൂടെ നിന്ന ടീച്ചറാണ്. പിന്നെ ആരായിരുന്നു, പിന്നെ കീർത്തി ടീച്ചർ ഭയങ്കര എത്തിക്സ് നോക്കുന്ന ഒരാളാണ്. ഒരു ടീച്ചറെ എങ്ങനെ ഒരു ടീച്ചറുടെ പ്രിൻസിപ്പിൾസൊക്കെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ നമ്മളെങ്ങനെ ആയിരിക്കണം, പങ്ക്ച്വലായിരിക്കണം, പിന്നെ അതൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഈവൻ നമ്മുടെ സബ്മിഷനായാലും നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും വളരെ പുള്ളിക്കാരി വളരെ എന്താണോ ആ ഒരു പ്രൊഫഷനോട് എങ്ങനെയാണോ നിൽക്കേണ്ടത് അങ്ങനെ നിൽക്കണമെന്ന കാർക്കശ്യമുള്ള ഒരു അധ്യാപികയാണ്. പിന്നെ അനന്ത മിസ് വളരെ പാവമായിട്ടുള്ള ടീച്ചറാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ, വളരെ ഭംഗിയായിട്ടുള്ളൊരു, നമ്മളിങ്ങനെ നോക്കിയിരുന്നു, അത്ര കാണാൻ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ടീച്ചറാണ്. പിന്നെ ആരായിരുന്നു, പിന്നെ മാജസാറും വളരെ കാര്യമായിട്ടുള്ളൊരു നല്ലൊരു മനുഷ്യൻ, ആർട്ടിൻ്റെ ടീച്ചറാണ്. അപ്പോൾ സാറ് നന്നായിട്ട് വർക്കൊക്കെ ചെയ്യും. നമ്മൾ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റിവലിൽ ഞാനുണ്ടാക്കിയത് ഫ്രൂട്ട് സലാഡും പിന്നെ എന്തുവായിരുന്നു, ഒത്തിരി പേര് നല്ല ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. കോഴിയും പിടിയും പിന്നെ
ഫ്രൈഡ് റൈസ്, സേമിയ ഫ്രൈഡ് റൈസ്, പിന്നെ പുഡിങ്, അങ്ങനെ ഒത്തിരി നല്ല നല്ല ഐറ്റംസ് കേട്ടോ. ഭയങ്കര നല്ല ഐറ്റംസ് കൊണ്ടുവന്നു. നല്ല റിച്ചായിരുന്നു ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഇതുണ്ടല്ലോ വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരാം. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഒരു റോസ് ലിപ് ബാം ആയിരുന്നു. അതും നല്ല ഹിറ്റായിരുന്നു കേട്ടോ. അത് നല്ല അഭിപ്രായം ലഭിച്ചത് ഐറ്റമാണ്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അനിയത്തിയാണ്. പിന്നെ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫസ്റ്റ് സെമ്മിൻ്റെ അനുഭവമായിരുന്നു. ഇനി സെക്കൻഡ് സെമ്മിലോട്ട് വരുമ്പോൾ നമുക്ക് ടൂറായിരുന്നു. ടൂറ് നമ്മൾ പോയത് കൂർഗിലായിരുന്നു. അപ്പോൾ കൂർഗിൽ നമുക്ക് ഒരുപാട് ഒരു ഡാം വിസിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ പോയി. സ്പീഡ് ബോട്ടിൽ ഇത്രയും ഭയങ്കര ക്രേസി ആയിരുന്നു. സ്പീഡ് ബോട്ടിൽ ഭയങ്കര സ്പീഡിൽ ഇവരിങ്ങനെ ഇട്ട് ഒലയ്ക്കും. അത് കാണാൻ കാണാനല്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് മറിയും നമുക്ക് തോന്നും, പക്ഷെ മറിയത്തില്ല. അങ്ങനെ നമ്മൾ കാറി വിളിച്ചു പോകും. ലൈക്ക് ഹാരി പോട്ടറിലെ ഒരു പക്ഷിയെന്നല്ല, സാധനത്തിന് അങ്ങനൊരു ജീവിയില്ലേ, അതിൻ്റെ പുറത്തിങ്ങനെ ഹാരി ഇരുന്ന നദിയുടെ പുറത്തുകൂടെ ഇങ്ങനെ ഹാരി പോട്ടർ ഇരുന്ന നദിയുടെ പുറത്തുകൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന പോലത്തെ ആ ഒരു ഫീലായിരുന്നു. ഇങ്ങനെ നമ്മൾ പറക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ബനാന റൈഡ്, അതും അടിപൊളിയായിരുന്നു. അത് ഞാൻ കയറിയില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് 3 എണ്ണവും കയറി. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്തുവായിരുന്നു, 2 months വെക്കേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ടൂറ്. അത് കഴിഞ്ഞ ഉടനെ സെക്കൻഡ് സെം എക്സാം എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ എഴുതി, അതും ഇവിടെ കഴിഞ്ഞു. അത് പെട്ടെന്നായിരുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ദാ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് തേർഡ് സെമ്മിൽ നമ്മൾ ട്രെയിനിങ് പീരീഡായിരുന്നു. ടീച്ചർ സ്കൂളിൽ പോയി നമ്മൾ ട്രെയിനിങ് പീരീഡായിരുന്നു. ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ജോലി ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നും. നമ്മളൊരു ടീച്ചറാണ്. എല്ലാവരും കാണുമ്പോൾ, കുട്ടികളൊക്കെ കാണുമ്പോൾ ആ ഗുഡ് മോർണിംഗ് ടീച്ചർക്ക് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. യു വിൽ ഫീൽ വെരി പ്രൗഡ്. ആൻഡ് അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ പിള്ളേരുമായിട്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ, അവർക്ക് എന്താണോ തോന്നുന്നത് അവർ പറഞ്ഞിരിക്കും. ടീച്ചറാണ് അവർക്ക് വെട്ടി തുറന്ന് അവർ പറഞ്ഞിരിക്കും. അവരെ അങ്ങനെ കാണണം, ബഹുമാനത്തോടെ കാണണം, അങ്ങനെയൊന്നുമില്ല. എന്താണോ അവർക്ക് ഫീൽ അവരുടെ മനസ്സിൽ തോന്നുന്നത് അവർ പറയും. അപ്പം നമ്മളത് നമ്മൾ ഈഗോ ഹേർട്ടാവുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിക്കും. പക്ഷെ വി ഷുഡ് ഹാൻഡിൽ ഇറ്റ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പല ടൈപ്പ് ഓഫ് പിള്ളേരെ നമ്മൾ കാണും. പിന്നെ തേർഡ് സെമ്മിൽ പഠിപ്പിച്ച പോലെ അല്ല. പിന്നെ ഫോർത്ത് സെമ്മിൽ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ സമയം എന്ന് പറയുന്നത് അവിടെ നമ്മൾ കുറച്ചുകൂടെ തെളിയും. ഓക്കെ, എന്താണ് ഡിഫക്ട്സ് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഞങ്ങളുടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു സജിത ടീച്ചറായിരുന്നു. ടീച്ചർ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. ടൈം ബൗണ്ടായിട്ട് നമ്മൾ ഈ ബി എഡിന് പഠിക്കുമ്പോൾ ഈ പ്ലാനിങ്,
പിന്നെ ലെസൺ പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമല്ലോ. ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മുടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നോ അതിലാണ് കാര്യങ്ങളിരിക്കുന്നത്.